ഇത് കളക്ഷൻ്റെ മായാലോകമാണ്. ഏകദേശം എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരു 900 വെറൈറ്റികളുണ്ട്. അതിപ്പോൾ അത് പറയാൻ പോയാൽ നമുക്ക് 4-5 വീഡിയോ വേണ്ടി വരും. കാരണം ഒരുപാട് കളക്ഷൻസ് നമ്മൾ പുറത്തേക്ക് ഇറക്കാനായിട്ടുള്ളതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ഈ ഒരു സൈസിനൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? എല്ലാം 300 രൂപ വെറൈറ്റിയാണ്. കുറച്ചുകൂടെ വലിപ്പമായാലും റേറ്റ് ഇത് തന്നെയാണ്. 300 രൂപയ്ക്ക് കൊടുക്കല്ലേ? ഇവിടെ എല്ലാ തരത്തിലുള്ള പ്ലാവിൻ്റെ വെറൈറ്റികളും ഉണ്ട്. ഇതെല്ലാം വലിയ 18 കവറിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാറ്റിനും 300 രൂപ മാത്രമേ വിലയുള്ളൂ. ഇത് മാവിൻ്റെ എല്ലാത്തരം വെറൈറ്റികളും ഇവിടെ ഉണ്ടാവും. മിക്സ്ഡ് ആണല്ലേ വരുന്നത്? മിക്സെറ്റ്, നീലം, റോയൽ, ബനാറസി, അൽഫോൺസ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? നമ്മള് ഇത് 125 രൂപയേ ഉള്ളൂ. മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു കവർ സൈസിൽ ഈ കവർ സൈസിൽ എല്ലാം 125. എടുത്ത് കൈ പിടിക്കാന്നോ, ജസ്റ്റ് ഒന്ന് സൈസ് കാണാൻ മാത്രം. ഈ ഒരു കവർ സൈസിൽ വരുന്ന 125 രൂപയ്ക്ക് എല്ലാ ഐറ്റവും ഉണ്ടാവും. ഇത് പേരയുടെ തായ്ലൻഡ് പിങ്ക് വെറൈറ്റിയാണ്. ചെറുതൈകളാണ്. എന്താ റേറ്റ് വരുന്നത്? 50 രൂപയെ വിലയുള്ളൂ. വേറെ 50 രൂപയ്ക്ക് ഇത് വേറെ 50 രൂപയേ ഉള്ളൂ. എല്ലാത്തിലും മിക്കതിലും കായ ഉണ്ടാവും. ഒന്ന് തൈ ഒന്ന് എടുത്ത് കൈ പിടിക്കോ, നമുക്ക് സൈസ് ജസ്റ്റ് ഒന്ന് കാണാനാണ്. പൂവുള്ളതൊന്നും എടുത്ത്. അതാ ഇതിപ്പോ 50-ന്റെ ആണോ ഇപ്പൊ ഈ കൈ പിടിച്ചിട്ടുള്ളത്? അത് 50-ന്റെ ആണ്. ഇത് സപ്പോട്ട തൈകളാണ്, ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതിന് 100 രൂപയെ വിലയുള്ളൂ. എത്ര വലുതായാലും 100 രൂപ വിലയുണ്ടാവും. ഈ ഒരു തൈകളൊക്കെ നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാം. 100 രൂപയ്ക്ക് കൊടുക്കാം. ഇത് അബിയു ജയന്റിന്റെ വെറൈറ്റികളാണ്. ഞങ്ങൾ 75 രൂപ തൊട്ട് ഇത് കൊടുക്കാനുണ്ട്. ഈ തൈകൾ നമുക്ക് 75 രൂപയ്ക്ക് കൊടുക്കാം. 75 രൂപ തൊട്ട് കൊടുക്കും. കോന്റെ ഫാമിലിയാണ്. എന്താ പേര്? കുപ്പാസു. അതിനകത്ത് കാമ്പുണ്ട്, കാമ്പിന്റെ ഉള്ള അത് കഴിക്കാൻ പറ്റും. ഓക്കെ, കുപ്പാസു എന്നാണല്ലോ പേര് തന്നെ. കുപ്പാസു. അത്യാവശ്യം നല്ല ഇതിന്റെ മോൾ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ ഈ പ്ലാന്റ് കൊടുക്കാനുള്ളതാണോ അതോ? പ്ലാന്റിന്റെ തൈകൾ കൊടുക്കാനുണ്ട്. എത്ര രൂപ മുതലുണ്ട്? അതൊരു 200 രൂപ തൊട്ട് മുകളിലൊക്കെ ഉണ്ട്. ഇത് കുള്ളൻ കമുക് എന്ന് പറയും. കുള്ളൻ കിഴങ്ങു അല്ലേ? കമുക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾ നമുക്ക് എത്ര രൂപ മുതലുള്ള? 300 രൂപ. 300 രൂപ മുതൽ. അതിന്റെ ഒരു ഇതൊക്കെ നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റും. ഇത് വളരെ ഒരു 6 അടിയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. അത് നിലത്ത് നിന്ന് പറിക്കാം. വളരെ ചെറിയ, ഇത് ശരിക്കും ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കും. നല്ല അടക്ക കിട്ടും. ചാമ്പ ബിറ എന്ന് പറയും. ഇത് താഴത്ത് തൊട്ട് തടിയില കായ്ക്കുന്നത്. ആദ്യം ഒരു വൈറ്റ് കളറായിരിക്കും. അത് പഴുത്ത് കഴിഞ്ഞാൽ ചുവപ്പ് കളർ വരും. അപ്പോൾ ചുവപ്പും വെള്ളയും കൂടി നല്ല ഭംഗിയാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യമാണ് കാണാൻ. ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? ഇതിൻ്റെ 200 രൂപ തൊട്ട് മുകളിലേക്കുണ്ട്. ഗ്രാഫ്റ്റ് തൈ ആകുമ്പോൾ വില കൂടും. ഗുവാക്ക്. GOWAK. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് തടിയില കായ്ക്കുന്ന ഒരു തരം ഫ്രൂട്ടാണ്. നല്ല ഫ്രൂട്ടാണ്. അത് പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. പിന്നെ റുദി ഇന്തോനേഷ്യ, അതും ചാമ്പ പോലത്തെ ഒരു ഇതാണ്. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു സാമാന്യം 1000 രൂപ തൊട്ട് മുകളിലേക്കുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മളെ റയർ കളക്ഷൻസിൽ വരുന്നതാണ്. അതെ അതെ. പിന്നെ ബ്ലാക്ക് സപ്പോട്ട, വൈറ്റ് സപ്പോട്ട, മാമി സപ്പോട്ട, പിന്നെ യെല്ലോ സപ്പോട്ട, ഗോൾഡൻ സപ്പോട്ട. ഇത് ഗ്രീൻ സപ്പോട്ട. ഗ്രീൻ. അതെ. ഇതൊക്കെ എന്തായാലും ഒരു 1000 രൂപയ്ക്ക് മുകളിൽ വരും. ഇതൊക്കെ 1600 മുകളിൽ വരും. പിന്നെ മാമി സപ്പോട്ട എന്ന് പറഞ്ഞാൽ പിന്നെ 3 കിലോ വരെ വലിപ്പം വരും. നല്ല റെഡിഷ് കളറാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് സഫാവ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ പ്ലാന്റ് ആണ്. ഇത് നമ്മളെ വയാഗ്ര പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഇത് പുഴുങ്ങിയിട്ട് വേണം കഴിക്കാൻ. നല്ല ഉത്തേജനമുള്ള ഒരു പിന്നെ ഫ്രൂട്ടാണ്. അബിയോ റൊഡൻഡോ. ഇതൊക്കെ നമ്മളിവിടെ റിസൾട്ട് ഉള്ളതാണ്. ഇതൊക്കെ നല്ല ഫ്രൂട്ടുകളാണ്. ഇത് അബിയോ ലാറാഞ്ച. ഓക്കെ, അപ്പൊ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ ഞങ്ങൾ വളരെ ഇവിടുത്തെ പ്ലാന്റുകളിൽ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. കാരണം റയർ ആയതുകൊണ്ട് നമ്മള് സെയിലിലേക്ക് വന്നിട്ടില്ലല്ലേ? സെയിലിനൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പ്ലാന്റുകൾ കൊടുക്കും, വലുത് കൊടുക്കില്ല. ഇത് പിന്നെ സച്ചാ മാംഗോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ആമസോൺ ട്രീ ഗ്രേപ്പ്. ഇത് ഗ്രേപ്പാണിത്. പപ്പയ പോലെ ഇത് വളരും. അത് ധാരാളം കായുണ്ടാവും. കറുത്ത നല്ല മധുരമുള്ള ഗ്രേപ്പാണ്. ഇത് ടേസ്റ്റ് സെയിം ആണോ വരുന്നത്? ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമ്മളെ ഗ്രേപ്പിന്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഗ്രേപ്പിന്റെ അതിനേലും ടേസ്റ്റാണ്. ഇത് അബിയു ജയന്റിന്റെ വെറൈറ്റികളാണ്. ഞങ്ങൾ 75 രൂപ തൊട്ട് ഇത് കൊടുക്കാനുണ്ട്. ഈ തൈകൾ നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപ തൊട്ട് കൊടുക്കും. 75 രൂപ തൊട്ട് 1000 രൂപ വരെയുള്ള തൈകളാണ്. അത് വലിപ്പത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറ്റങ്ങൾ. ചെറിയ കവറാണ്, അതുകൊണ്ടാണ് 75. ഇപ്പൊ കവർ സൈസ് കണ്ടില്ല, ഒരു കൈയിന്റെ ഉള്ളനടിയിൽ ഇരിക്കുന്ന കവർ സൈസിലുള്ള ഈ ഒരു തൈ നമ്മൾ 75-ന് കൊടുക്കും. അതെ അല്ലെ? അതിന്റെ വലുത് 150, 100, 150 അങ്ങനെ കയറി പ്രായം അനുസരിച്ച്. ഇപ്പൊ ഈ ഒരു തൈ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 വർഷം കൊണ്ട് റിസൾട്ട് 2 വർഷം കൊണ്ട് കിട്ടും. ഇത് നിപ്പ പാം. അതെന്താ ഇതിന്റെ പ്രത്യേകത? നിപ്പാപ്പന. ഇതിന്റെ പ്രത്യേകത ഇത് വാട്ടറിൽ വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്നു. വെള്ളത്തിൽ നന്നായിട്ട് വളരും. അതായത് വെള്ളക്കെട്ടുള്ളവർക്കും ഇത് വെക്കാം. ധാരാളം കായുണ്ടാകും. നല്ല ഭയങ്കര വൈറ്റമിൻ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 2000 രൂപ വരും. ഇതിന്റെ ചെറുതിനൊക്കെ 500 രൂപ ഉണ്ടായിരുന്നു. ഇതൊക്കെ റയർ കളക്ഷൻ. 2 കൊല്ലം ആയതാണ്. ഒരു 6 മാസമൊക്കെ ആയത് 500 രൂപ.
ഒരു കൊല്ലം ഇത് 1000 രൂപ, 2 കൊല്ലം ഇത് 2000 രൂപ ഇങ്ങനെ പോകും. കാരണം അത് വളർത്തി എടുക്കണ്ടേ. ഇത് ഇർവിൻ എന്ന വെറൈറ്റിയാണ്. അത് റെഡിഷ് കളർ വരും. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? 1000 രൂപ. നല്ല വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. 1000 രൂപ വരെ അല്ലേ? ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓക്കെയാണ്. നമ്മുടെ ഇവിടെ ധാരാളം ഉണ്ടാവും. നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഓക്കെ, ടേസ്റ്റിയും ഫ്ലേവറബിളും ആയിട്ടുള്ള. അതെ, 500 രൂപ തൊട്ട് കിട്ടും. അതിൻ്റെ ഇത് നല്ല ഒറിജിനൽ വെറൈറ്റിയാണ്. ഇത് D51 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ്. നല്ല മാംഗോയാണ്. ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സെറ്റ് ആയിട്ടുള്ള പുതിയതായിട്ട് ഇറങ്ങിയ D51. എൽ ഡൗൺ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ്. നല്ല പ്ലാന്റാണ്, നല്ല മാംഗോയാണ്. ഇത് വെരിഗേറ്റഡ് മാംഗോസ്റ്റാണ്, ബഡ് ഗ്രാഫ്റ്റാണ്. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോ പുതിയതായിട്ട് വന്നതാണ്, നമുക്ക് കളക്ഷനിൽ വന്നാണല്ലോ. ബ്ലാക്ക് തോൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, സൂപ്പർ വെറൈറ്റിയാണ്. ഇത് ദുരിയാന്റെ വെറൈറ്റിയാണ്, ഗ്രാഫ്റ്റാണ്. ഇതിനൊക്കെ അത്യാവശ്യം തൈകൾ ഉണ്ടാവോ? ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉടനെ തന്നെ ഒരു 3 കൊല്ലം കൊണ്ട് കായ്ക്കും. മാമി സപ്പോർട്ടയുടെ ലെയർ പ്ലാന്റ് ആണ്. ലെയർ ആണ് വരുന്നത്. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇതിവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ റിസൾട്ട് കിട്ടിയത് ഞങ്ങളുടെ ഡ്രമ്മിൽ കായ്ച്ചതാണ്. ഓക്കെ ഓക്കെ, 2 കായ ഉണ്ടായ. ഇത് റെഡ് പാമാണ്. റെഡ് പാമിൻ്റെ ചെറിയ ഐറ്റങ്ങളും വലിയ ഐറ്റങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അത് റെഡ് പാം ഒക്കെ നമുക്ക് എത്ര റേറ്റ് മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്? 50 രൂപ മുതൽ 800 രൂപ വരെയുള്ള വലിപ്പത്തിലുള്ള തൈകൾ. അത് വലിപ്പത്തിനനുസരിച്ച് അങ്ങോട്ട് വലിപ്പത്തിനനുസരിച്ചാണ് വില ഡിപ്പെൻഡ് ചെയ്ത് വരില്ലേ? പിന്നെ എല്ലാത്തരം ചെത്തി ഐറ്റങ്ങളുണ്ട്. ഇതിപ്പോ ഏതാ വെറൈറ്റി? വെരിഗേറ്റഡ് ചെത്തിയാണ്. ഇതിന്റെ വില 40 രൂപയാണ്. 40 രൂപയാണ് വരുന്നല്ലേ ഈ വെരിഗേറ്റഡ് ഐറ്റംസ്? അത്യാവശ്യം ഫ്ലവർ മുട്ടൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലേ? ഇത് പൂക്കണ ചെടിയാണ്. ഇതിൽ പൂവില്ലെന്നേ ഉള്ളൂ. മഴയത്ത് പൂക്കൾ കുറവായിരിക്കും. യൂജീനിയ വെരിഗേറ്റഡ് ആണിത്. വെരിഗേറ്റഡ് വരുന്നുണ്ടല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 40 രൂപയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ആ തൈ ഒന്ന് എടുത്ത് പൊക്കി പിടിക്കോ. ഈ ഒരു ഐറ്റ് വരുന്നത് നമ്മൾ 40 രൂപയ്ക്ക് കൊടുക്കല്ലേ? 40 രൂപയ്ക്ക്. ഓക്കെ, ഇത് ഈ ഒരു പ്ലാന്റ് ഇപ്പൊ ഏതാ? ഇത് ലൂവി. ഇത് ഫ്ലവർ ലൂവിയാണ്. ഇത് അതിന്റെ കട്ടിങ്സ് ആണ്. ഇതിൽ കായും പൂവും ഉള്ളതുണ്ട്. ഇതിൽ പൂവിട്ടുള്ളതാണ് മിക്കതും. ഇത് ഏതാ പിന്നെ? യൂജീനിയുടെ മിനിയേച്ചർ ഐറ്റം. മിനിയേച്ചർ ടൈപ്പ് ആണ്. ഒന്നുകൂടി ചെറിയ ഇലകളാണ് വരുന്നത്. ഏറ്റവും ചെറിയ ഇലകളാണ്. മഴ പെയ്തുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പ്ലാന്റുകൾ എടുക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ? ഇതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 120 രൂപ വരെ. ആ റേറ്റ് മുതൽ സ്റ്റാർട്ടിങ് വരെ. മിനിയേച്ചറുകൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് അതിന് വില കൂടും. ഇത് യൂജീനിയുടെ ലിവർ റെഡ് ആണ്. എനിക്ക് തോന്നുന്നു യുജീനിയയിൽ കുറച്ച് ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണിത്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? ഇതിന് 150 രൂപയുണ്ട്. ഇത് കുറച്ചുകൂടെ ബുഷായിട്ട് വരും. ഇപ്പൊ ബുഷായിട്ടില്ല. ഓക്കെ, ഇത് യൂജീനിയയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് വെറൈറ്റി ആണല്ലോ, നമ്മൾ അധികം കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു വെറൈറ്റി. അത് മിനിയേച്ചർ ആണ്. ഈ ഒരു വെറൈറ്റി വരുന്നുണ്ട്. വളരെ ചെറിയ ലീഫാണല്ലേ വരുന്നത്? വളരെ മിനിയേച്ചർ. ഇതൊക്കെ എങ്ങനെയാണ്? ഇതിന് 150 രൂപ വിലയുണ്ട്. 150 രൂപ വരും അല്ലേ? അത്യാവശ്യം നല്ല ബുഷി ആയിട്ടാണ് നിൽക്കുന്നല്ലേ? നല്ല ബുഷിയാണ്. നമ്മളെ യുജീനിയന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം വെരിഗേറ്റഡും അതേപോലെ ലിവർ, മിനിയേച്ചർ ടൈപ്പിൽ തന്നെ 2-3 വെറൈറ്റീസ് നമുക്ക് കാണാൻ സാധിച്ചു. അതേപോലെ നമ്മളെ ഈ ഒരു വീട് അലങ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാതരം പ്ലാന്റുകളും നമ്മൾ ഇവിടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ. ഇത് അലമാൻഡയുടെ വയലറ്റ് വെറൈറ്റി ആണ്. വയലറ്റ് ആണല്ലേ വരുന്നത്? ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇതൊക്കെ ഈ തൈക്ക് എങ്ങനെ? ഇത് 150 രൂപയുണ്ട്. 150 മുതൽ സ്റ്റാർട്ടിങ് വരും. പിന്നെ ചെറിയ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറഞ്ഞേ വരും. അങ്ങോട്ടേക്ക് കൂടൂല. ഓക്കെ, മാക്സിമം റേറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ പുറത്തെടുത്തത് കൊണ്ട് അത്രയും കൂടുന്നത്. ഇത് യൂജീനിയുടെ മാർബിൾ വെറൈറ്റി ആണ്. മാർബിൾ ആണല്ലേ? ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ എങ്ങനെ കൊടുക്കുന്നത്? ഇത് 150 രൂപയുണ്ട്. ഇനി കുറഞ്ഞേ വരാനുള്ള സാധ്യത, കൂടാൻ സാധ്യതയില്ല. മാക്സിമം റേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. മാക്സിമം റേറ്റ് ആണ്. ഇത് മാവിന്റെ ഓൾ സീസൺ വെറൈറ്റി ആണ്. ഇത് എല്ലാ സമയത്തും കായ ഉണ്ടാവും. അതുപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടല്ലേ? റേറ്റ് ഒക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട്? അത് 300 രൂപയേ ഉള്ളൂ. വലിയ 18 കവറിന് 300 രൂപയേ ഉള്ളൂ. ഇത് അടക്കയുടെ ഇന്റർസി മംഗള തൈകളാണ്. ഇതിപ്പോ എങ്ങനെ റേറ്റ്? ഇത് 50 രൂപയ്ക്ക് താഴെ വരുന്ന തൈകളാണ് എല്ലാം. അത് ഹോൾസെയിൽ ആണെങ്കിൽ റീറ്റെയിൽ ആയി എല്ലാം 50 താഴെ വരും.